റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് അയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് അയനാടൻ. പൊതു കറൻസിയുമായി മുന്നോട്ട് പോയാൽ ബ്രിക്സ് രാജ്യങ്ങളുടെ അമേരിക്കയിലേക്കുള്ള എല്ലാ ഇറക്കുമതികൾക്കും 100% തീരുവ ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചു. ബ്രിക്സ് മരിച്ചു എന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പായിരുന്നു ഇന്ത്യ കൂടി ഉൾപ്പെട്ട ബ്രിക്സ് സാമ്പത്തിക സഖ്യത്തിന്റെ പ്രസക്തി അമേരിക്കൻ പ്രസിഡന്റ് തള്ളിക്കളഞ്ഞത്. ആഗോള വ്യാപാരത്തിൽ അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യത്തെ തുരങ്കം വെക്കാനുള്ള നീക്കമുണ്ടായാൽ കടുത്ത സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന നേരത്തെയുള്ള നിലപാടാണ് ട്രംപ് വീണ്ടും ശക്തമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ബ്രസീൽ, റഷ്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യയോടൊപ്പം ബ്രിക്സ് കൂട്ടായ്മയിലുള്ളത്. അതേസമയം അമേരിക്കയിൽ നാടുകടത്തപ്പെട്ട 119 അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാർ കൂടി ഇന്ത്യയിലെത്തി. 2 വിമാനങ്ങളിലായാണ് അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലെത്തിക്കുന്നതാണ് റിപ്പോർട്ട്. ആദ്യ വിമാനം അമൃത്സറിലെ ഗുരു രാംദാസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുമ്പോൾ അതേസമയം US വിമാനം അമൃത്സറിൽ ഇറക്കാനുള്ള നീക്കത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പഞ്ചാബ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കുടിയേറ്റക്കാരെ എത്തിക്കാൻ അമൃത്സർ വിമാനത്താവളം മാത്രം തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ഗൂഢലക്ഷ്യമാണെന്നാണ് പഞ്ചാബിന്റെ ആരോപണം. പഞ്ചാബിനെയും പഞ്ചാബികളെയും അപകീർത്തിപ്പെടുത്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 5-ന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 104 അനധികൃത കുടിയേറ്റക്കാരുമായി US സൈനിക വിമാനം പഞ്ചാബിലെ അമൃത്സറിൽ എത്തിയിരുന്നു. ഇത്തവണയും വിമാനങ്ങൾ പഞ്ചാബിലാണ് എത്തുന്നത്. അനധികൃത കുടിയേറ്റം തടയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കിയിട്ടുണ്ട്. വൈറ്റ് ഹൌസിൽ അമേരിക്കൻ പ്രസിഡന്റും നരേന്ദ്രമോദിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു ഈ തീരുമാനം. ലണ്ടൻ എലിസബത്ത് ലൈനിലെ ലോക്കോ പൈലറ്റുമാർ പണിമുടക്ക് സമരത്തിലേക്ക്. തൊഴിലുടമയായ MTRനോട് ശമ്പള വർധന ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം. ശമ്പള വർധനവ് ആവശ്യം അംഗീകരിക്കാത്തതാണ് സമരത്തിലേക്ക് നയിച്ചതെന്ന് ലോക്കോ പൈലറ്റുമാരെ ട്രേഡ് യൂണിയൻ ASLEF അറിയിച്ചിട്ടുണ്ട്. ഏകദേശം 500ഓളം ലോക്കോ പൈലറ്റുമാരാണ് ഫെബ്രുവരി 27, മാർച്ച് 1, 8, 10 തീയതികളിൽ പണി നിർത്തിവെച്ചുകൊണ്ട് സമരം സംഘടിപ്പിക്കുന്നത്. എലിസബത്ത് ലൈനിന്റെ വിജയത്തിൽ തങ്ങളുടെ അംഗങ്ങൾ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും എന്നാൽ ആ വിജയത്തിൽ ഡ്രൈവർമാരുടെ കഷ്ടപ്പാട് തിരിച്ചറിയേണ്ടതില്ല എന്ന് MTR തീരുമാനിക്കുകയായിരുന്നുവെന്നും അസഫലിന്റെ ജനറൽ സെക്രട്ടറി മിക് ബെലാൻ അറിയിച്ചു. അതേസമയം എലിസബത്ത് ലൈനിലെ ലോക്കോ പൈലറ്റുമാർ 4.5% ശമ്പള വർധവ് നിരസിച്ചതിലും സമരം ചെയ്യാനുള്ള തീരുമാനത്തിന് അനുകൂലമായി വോട്ട് ചെയ്തതിലും തനിക്ക് നിരാശയുണ്ടായെന്ന് MTRന്റെ മാനേജിംഗ് ഡയറക്ടർ മിക് ബക്ഷ പ്രതികരിച്ചിട്ടുണ്ട്. 95% ഡ്രൈവർമാരും സമരത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തതിന് പിന്നാലെയാണ് സമരം നടത്താൻ സംഘടന തീരുമാനിച്ചത്. നാട്ടിലെ വിശേഷങ്ങൾ. CBI ഡയറക്ടറേറ്റ് അടക്കമുള്ള നിയമനിർമ്മാണ സഭയുടെ നിയമനങ്ങളിൽ ചീഫ് ജസ്റ്റിസ് ഇടപെടുന്നതിനെ ചോദ്യം ചെയ്ത ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ വെള്ളിയാഴ്ച ഭോപ്പാലിലെ നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയിൽ സംസാരിക്കുകയാണ് അദ്ദേഹം ഇത് സംബന്ധിച്ച പരാമർശം നടത്തിയത്. നമ്മുടെ രാജ്യത്തോ മറ്റേതെങ്കിലും ജനാധിപത്യ രാജ്യത്തോ നിയമപരമായി CBI ഡയറക്ടറെ തിരഞ്ഞെടുക്കുന്നതിൽ ചീഫ് ജസ്റ്റിസിന് എങ്ങനെ ഇടപെടാനാകും? അതിന് എന്തെങ്കിലും നിയമപരമായ യുക്തിയുണ്ടോ? അത് പുനരവലോകനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും ഇത് ജനാധിപത്യവുമാണ് ഒത്തുപോകില്ല എന്നും ഉറപ്പാണ് എന്നും നിയമനിർമ്മാണ സഭയുടെ നിയമനത്തിൽ എങ്ങനെയാണ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടുത്താൻ കഴിയുക എന്നും ഉപരാഷ്ട്രപതി ചോദിക്കുന്നു. കോടതി ഉത്തരവ് പ്രകാരമുള്ള നിയമനിർമ്മാണ സഭയുടെ പ്രവർത്തനം ഭരണഘടനാപരമായി വിരോധാഭാസമാണെന്നും അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന് താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ജഗ്ദീപ് ധൻകർ എല്ലാ സ്ഥാപനങ്ങളും അവരുടെ ഭരണഘടനാ പരിധിക്കുള്ളിൽ പ്രവർത്തിക്കണമെന്നും കൂട്ടിച്ചേർത്തു. അടുത്ത മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പ് പാനലിന്റെ യോഗം നടക്കാനിരിക്കുകയാണ് ജഗ്ദീപ് ധൻകറിന്റെ ഈ പ്രസ്താവന. യൂട്യൂബ് ഷോയ്ക്കിടെ കേരളത്തെ പരിഹസിച്ച സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ജസ്പ്രീത് സിംഗിനെതിരെ മലയാളികൾ വിവിധ കോണുകളിൽ നിന്ന് പ്രതികരിച്ചു തുടങ്ങി. കേരള സാർ 100% ലിറ്ററസി സാർ എന്ന ജസ്പ്രീത് സിംഗിന്റെ പരിഹാസത്തിന് കൃത്യമായ മറുപടിയാണ് സമൂഹ മാധ്യമങ്ങളുടെ മലയാളികൾ നൽകുന്നത്. ഇപ്പോഴത്തെ ജസ്പ്രീത് സിംഗിന്റെ പരിഹാസത്തിന് ഒരു യുവതി കൊടുത്ത മറുപടി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. ഈ വീഡിയോയിൽ ആ യുവതി പറഞ്ഞ വാക്കുകൾ എങ്ങനെയാണ്? ശരിയാണ്, ഞങ്ങൾക്ക് 100% സാക്ഷരതയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ബീഫ് കഴിക്കുന്നത്. ഞങ്ങൾക്ക് 100% സാക്ഷരതയുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ചിന്താപൂർവ്വം വോട്ട് ചെയ്യുന്നത്. ഞങ്ങൾക്ക് 100% സാക്ഷരതയുണ്ട്, അതുകൊണ്ട് കുമ്പളങ്ങി നൈറ്റ്സ് പോലുള്ള പടങ്ങൾ ഇറക്കുന്നത്. ഞങ്ങൾക്ക് 100% സാക്ഷരതയുണ്ട്, അതുകൊണ്ട് ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും സൗഹാർദ്ദത്തോടെ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് 100% സാക്ഷരതയുണ്ട്, അതുകൊണ്ട് കേരള മോഡൽ ഇന്ന് എത്ര പ്രസിദ്ധമായത്. ഞങ്ങൾക്ക് 100% സാക്ഷരതയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ എല്ലാ ജെൻഡറുകളെയും അംഗീകരിക്കുന്നതും അവർക്ക് വേണ്ടി വാദിക്കുന്നതും. സാക്ഷരത ഉണ്ടായതുകൊണ്ടാണ് ആവശ്യമെങ്കിൽ ഞങ്ങൾ സർക്കാരിനെയും വിമർശിക്കുന്നത് എന്നിങ്ങനെ പോവുകയാണ് ആ യുവതിയുടെ വൈറലായ വീഡിയോ. ഇന്ത്യ ഗോട്ട് ടാലന്റ് എന്ന വിവാദ ഷോയിലൂടെ ജസ്പ്രീത് കേരളത്തെ പരിഹസിച്ചിരുന്നു. ആ ഷോയിലെ ഒരു ജഡ്ജായ ജസ്പ്രീത് സിംഗ് കേരള സാർ 100% സാക്ഷരതാ സാർ എന്ന് പറഞ്ഞ് പരിഹസിച്ചിരുന്നു. കേരള ഹൈക്കോടതിയുടെ പരിഗണനയിൽ നിലവിൽ 20,439 ക്രിമിനൽ അപ്പീലുകളാണ് ഉള്ളതെന്ന് സുപ്രീം കോടതിക്ക് റിപ്പോർട്ട്. ഇതിൽ 9 കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഫയൽ ചെയ്തതാണെന്നും അമിക്കസ് ക്യൂറിമാർ സുപ്രീം കോടതി കൈമാറിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ 25 ഹൈക്കോടതികളുടെ പരിഗണനയിൽ 7 ലക്ഷത്തിൽ കൂടുതൽ ക്രിമിനൽ അപ്പീലുകൾ ഉണ്ട് എന്നും അമിക്കസ് ക്യൂറിമാർ സുപ്രീം കോടതി കൈമാറിയ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട്. ഹൈക്കോടതികളുടെ പരിഗണനയിലിരിക്കുന്ന ക്രിമിനൽ അപ്പീലുകളുടെ തൽസ്ഥിതി കണക്കെടുക്കുന്നതിൽ സീനിയർ അഭിഭാഷകരായ ലിസ് മാത്യു, അഗർവാൾ എന്നിവരെ സുപ്രീം കോടതി അമിക്കസ് ക്യൂറിമാരായി നിയമിച്ചിരുന്നു. ഇരുവരും സുപ്രീം കോടതി കൈമാറിയ റിപ്പോർട്ടിലാണ് കേരള ഹൈക്കോടതിയിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഫയൽ ചെയ്ത 9 ക്രിമിനൽ അപ്പീലുകളിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. 1996-ൽ
ഫയൽ ചെയ്ത 6 ക്രിമിനൽ അപ്പീലുകളും 1998 ഫയൽ ചെയ്ത 3 ഇതുവരെയും തീരുമാനമാകാത്തതെന്നാണ് റിപ്പോർട്ടിൽ വിശദീകരിച്ചിരിക്കുന്നത്. 2000 ഫയൽ ചെയ്ത 2 ക്രിമിനൽ അപ്പീലുകളും ഇതുവരെ തീരുമാനമായിട്ടില്ല. രാജ്യത്ത് ഏറ്റവും അധികം ക്രിമിനൽ അപ്പീലുകൾ കെട്ടിക്കിടക്കുന്ന ഹൈക്കോടതി അലഹബാദ് ഹൈക്കോടതിയാണ്. കായിക വിശേഷങ്ങൾ. ചാമ്പ്യൻസ് ലീഗ് പ്ലേ ഓഫിന്റെ ആദ്യ പാദത്തിൽ മാൻ സിറ്റിക്കെതിരെ റയൽ മാഡ്രിഡിന് വിജയം. 2-നെതിരെ 3 ഗോളുകൾക്കാണ് റയലിന്റെ വിജയം. ജൂഡ് ബെല്ലിംഗ്ടൺ ഇഞ്ചുറി ടൈമിൽ നേടിയ ഗോളിലാണ് റയൽ വിജയം പിടിച്ചെടുത്തത്. മാൻ സിറ്റിയുടെ 2 ഗോളുകൾ നേടിയത് എർലിംഗ് ഹാർലൻഡ് ആയിരുന്നു. മറ്റു മത്സരങ്ങളിൽ ജുവന്റസ് 2-1 PSV പരാജയപ്പെടുത്തിയപ്പോൾ PSG ബ്രസ്റ്റിനെ 3 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. മുൻ ചാമ്പ്യന്മാരായ ബയൺ മ്യൂണിക്ക് സെൽറ്റിക്കിനെ 2-1 പരാജയപ്പെടുത്തിയപ്പോൾ AC മിലാൻ ഫിനോളോട് 1 ഗോളിന് പരാജയപ്പെട്ടു. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പല ടീമുകളുടെയും പ്രധാന താരങ്ങൾ ടീമിന് പുറത്തായി. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന ചാമ്പ്യന്മാരുടെ പോരാട്ടത്തിന് മാറ്റു കുറയ്ക്കുന്നതും ചില ചാമ്പ്യൻ താരങ്ങളുടെ അഭാവമായിരിക്കും. പരിക്കുകൾ, വ്യക്തിപരമായ കാരണങ്ങൾ, അപ്രതീക്ഷിത വിരമിക്കൽ തുടങ്ങി പല കാരണങ്ങളാണ് ആരാധകർക്കും ടീമിനും ഈ മിന്നും താരങ്ങളെ നഷ്ടപ്പെടാൻ കാരണം. ലോകത്തിലെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളർമാരിൽ ഒരാളായ ജസ്പ്രീത് ബുംറ പരിക്കേറ്റ് പുറത്തായത് ഇന്ത്യൻ ടീമിന് ഒരു വലിയ നഷ്ടം തന്നെയാണ്. സമീപകാലത്ത് നടന്ന T20 ലോകകപ്പിലും 2023 നടന്ന ഏകദിന ലോകകപ്പിലും ഇന്ത്യയെ ഫൈനലെത്തിച്ചത് ബുംറയുടെ മാസ്മരിക പ്രകടനം കൂടിയായിരുന്നു. ഏറ്റവും കൂടുതൽ നഷ്ടങ്ങളുണ്ടായ ടീം ഓസ്ട്രേലിയയാണ്. ടീമിന്റെ സ്ഥിരം ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് തന്നെയാണ് പരിക്കേറ്റ് പുറത്തായ താരങ്ങളിൽ ഒരാൾ. ബോർഡർ ഗവാസ്കർ ട്രോഫിക്കിടെ കമ്മിൻസിന്റെ കണ്ണങ്കാലിൽ പരിക്കേറ്റതിനാൽ ഓസ്ട്രേലിയയുടെ ശ്രീലങ്കൻ പര്യടനവും നഷ്ടമായിരുന്നു. വ്യക്തിപരമായ കാര്യങ്ങളിൽ സ്റ്റാർ പേസർ മിച്ചൽ സ്റ്റാർക്ക് പിന്മാറിയതും ഓസ്ട്രേലിയയ്ക്ക് തിരിച്ചടിയായി. ഹേസൽവുഡിന്റെ മിച്ചൽ മാഷിന്റെ അഭാവം ഓസ്ട്രേലിയയ്ക്ക് തിരിച്ചടിയാകും. ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലിൻസ് അയനാടൻ.